ആ മൂവി റിവ്യൂ. ഫസ്റ്റ് ജോണർ, ഇതൊരു ഡ്രമാറ്റിക് മോഡിലെ മൂവിയാണ്. സെക്കൻഡ്, ഡയറക്ഷൻ. മൂവിയിൽ എനിക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തത് ഡയറക്ഷൻ്റെ സൈഡിലാണ്. കാരണം ചില സ്ഥലത്തൊക്കെ കുറച്ചധികം ഡ്രമാറ്റിക് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. തേർഡ്, സിനിമാറ്റോഗ്രഫി. ചില സ്ഥലത്തൊക്കെ സിനിമാറ്റോഗ്രഫിയും പൂർണ്ണമല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ അത് ഡയറക്ഷൻ്റെ സൈഡിൽ നിന്ന് വന്നതുകൂടെ ആകാം. ഫോർത്ത്, മ്യൂസിക്. സിനിമയിലെ സോങ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. അതിപ്പം ആ മൂവിക്ക് വേണ്ട കണക്ഷനും ഫീലിങ്സും ഒക്കെ കൊടുക്കുന്ന രീതിയിലാണ് സോങ്സ് പോയത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പം എനിക്ക് മൂവി ആസ്വദിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാക്കിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഒഴിവാക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മൂവി എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. ഫിഫ്ത്ത്, എഡിറ്റിംഗ്. എഡിറ്റർ ഈ മൂവിയുടെ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം നോക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ചില സീനുകളിലൊക്കെ ഫില്ല് ചെയ്യാൻ വിഷ്വലി കിട്ടാത്ത പോലെയും എനിക്ക് തോന്നി. സിക്സ്, കാസ്റ്റിംഗ്. ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി, ദേവദർശിനി, ഇവർ മൂന്നുപേരുമാണ് മെയിൻ ക്യാരക്ടർ റോൾസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ എടുത്തു പറയേണ്ടതായിട്ട് തോന്നി. കാരണം ആ ഒരു ഫസ്റ്റ് ഹാഫിൽ മുഴുവനും നമുക്ക് ആ മൂവി ആയിട്ടൊരു കണക്ഷൻ കൊണ്ടുവരുന്നതിൽ ആൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ മൂഡ് ആളുടെ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കഥ മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയി കണ്ടൊരു മൂവിയായിരുന്നു ഇത്. പക്ഷേ സ്റ്റോറി വൈസ് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു. ഒരു റിയലിസ്റ്റിക് ഫീല് ഉള്ളൊരു സ്റ്റോറി ആയിരുന്നു. പക്ഷേ സ്റ്റോറി നന്നായിട്ട് പോലും ചില എലമെൻറ്റ്സ് കാരണം എനിക്ക് ആ മൂവി ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് അതിൻ്റെ ഡയറക്ഷൻ, മ്യൂസിക്, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. ഞാൻ റേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 6.